ഞാനൊന്ന് ഫ്രഷ് ആവാൻ കയറിയപ്പോഴേക്കും എന്നെ അന്വേഷിച്ച് റൂമിൽ വന്നിട്ട് അകത്തുനിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ ബാത്റൂമിന്റെ ഡോറിൽ തട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അഫി വന്നിട്ട് നീ വെറുതെ കൊട്ടിക്കൊണ്ടിരിക്കുന്നു വേണ്ട, അതിൻ്റെ അകത്ത് ഉമ്മയൊന്നും ഇല്ലാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആളടങ്ങുന്ന ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇറങ്ങി. അപ്പോഴാണ് ഇതാ ഫോൺ അവിടെ ഓണാക്കി വെച്ചേക്കുന്ന കാണുന്നത്. എൻ്റെ ഫോണൊക്കെ ഇപ്പോൾ തട്ടി താഴെ ഇട്ടാനെ. അങ്ങനെ ഇതേ വൈകിട്ടായപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചായക്ക് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉമ്മച്ചി പറയുന്നത് അവലിരിക്കുന്നുണ്ട്, അത് നനച്ച് വെക്കാൻ. അങ്ങനെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഫ്രൈ ചെയ്യാതെ നനയ്ക്കുന്നതിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. പിന്നെ ഞാനത് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മറ്റുമ്മിച്ചി വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ മറ്റുമ്മിച്ചിനെ ഏൽപ്പിച്ച് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് ഓർത്തു. എന്ന് വെച്ചാൽ ഈ തേങ്ങ ചിരവൽ പിന്നെ ശർക്കര ആക്കി എടുക്കില്ല, അതുപോലെ തന്നെ ഉള്ളി അരിയൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മറ്റുമ്മിച്ചി അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോഴേക്കും ഞാൻ ബാക്കി എല്ലാം സെറ്റാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. അഫിക്ക് ഇന്ന് ഭയങ്കര വാശി, ഇന്ന് അകത്ത് കുളിക്കില്ല പുറത്തുനിന്ന് കുളിക്കണമെന്ന്. അവൻ കുളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ നിന്ന് കുളിക്കും എന്നുള്ളതുകൊണ്ട് ഉമ്മച്ചി അവനെ കുളിപ്പിച്ചെടുത്തു. പിന്നെ എല്ലാവരും അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും ഞാൻ ചായ ഇട്ടു. അങ്ങനെ അവലും കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു.